ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്തിലെ 30 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. DME DHS പരീക്ഷകളിൽ മുൻപ് ചോദിച്ചിട്ടുള്ള 30 ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കമ്മിറ്റി ഓൺ മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? എ മുതലിയാർ കമ്മിറ്റി, ബി കർത്താർ സിംഗ് കമ്മിറ്റി, സി ബോർ കമ്മിറ്റി, ഡി ശ്രീവാസ്തവ് കമ്മിറ്റി. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഉത്തരം തന്നെയാണ്. ഇറ്റ് ഈസ് കർത്താർ സിംഗ് കമ്മിറ്റി. കർത്താർ സിംഗ് കമ്മിറ്റി എന്ന് കേട്ടാൽ മൾട്ടിപർപ്പസ് വർക്കർ എന്ന് ഓർക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്: എക്സ്ചേഞ്ച് ഓഫ് എയർ ബിറ്റ്വീൻ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ. 2006 ചോദിച്ച ചോദ്യമാണ്. ഓപ്ഷൻസ്: എ വെന്റിലേഷൻ, ബി എയർ കണ്ടീഷനിങ്, സി എയർ എക്സ്ചേഞ്ച്, ഡി വിൻഡ്. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. വെന്റിലേഷനാണ് ഉത്തരം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ കൺട്രോൾ ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ കൺട്രോളിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? എ പ്രിവെൻഷൻ, ബി ട്രീറ്റ്മെൻറ്റ്, സി നോട്ടിഫിക്കേഷൻ, ഡി സർവെയിലൻസ്. സോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞ പോലെ പ്രിവെൻഷനാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൺട്രോളിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. മെത്തേഡ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിങ് കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? ലബോറട്ടറി ടെസ്റ്റ്, സർവേ, ക്യാമ്പ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, ഇത് സർവേ ചെയ്താണ് നമ്മൾ കമ്മ്യൂണിറ്റിയിലെ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അഞ്ചാമത്തെ ചോദ്യം: ടോട്ടൽ നമ്പർ ഓഫ് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സ് ഇൻ എ സബ് സെൻറ്റർ. ഒരു സബ് സെൻറ്ററിൽ എത്ര മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സ് ഉണ്ടാവും? എ 2, ബി 4, സി 5, ഡി 10. സോ ദ ആൻസർ ഈസ് 2. 2 മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കേഴ്സാണ് ഒരു സബ് സെൻറ്ററിൽ ഉണ്ടാവുക. ആറാമത്തെ ചോദ്യം: വൺ സബ് സെൻറ്റർ ഈസ് ഫോർ എ പോപ്പുലേഷൻ ഓഫ് എ 3000, ബി 5000, സി 8000, ഡി 10,000. അപ്പം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം 5000. ദ മോസ്കിറ്റോ ദാറ്റ് ട്രാൻസ്മിറ്റ് മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മോസ്കിറ്റോ ഏതാണ്? എ അനോഫിലിസ്, ബി ക്യൂലെക്സ്, സി എയ്ഡിസ്, ഡി മാൻസോണിയ. അപ്പോൾ ആൻസർ ഏതാണ്? അനോഫിലിസ്. ദ മോസ്റ്റ് സെൻസിറ്റീവ് ഇൻഡെക്സ് ഓഫ് ഹെൽത്ത് ഓഫ് എ കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയുടെ മോസ്റ്റ് സെൻസിറ്റീവ് ഇൻഡെക്സ് ഓഫ് ഹെൽത്ത് ഏതാണ്? നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ക്രൂഡ് ഡെത്ത് റേറ്റ്, ക്രൂഡ് ബർത്ത് റേറ്റ്. ഇറ്റ് ഈസ് ക്രൂഡ് ഡെത്ത് റേറ്റ്. ദ ന്യൂക്ലിയസ് ഓഫ് ഹെൽത്ത് സർവീസ് ഇൻ റൂറൽ ഏരിയ. ന്യൂക്ലിയസ് ഓഫ് ഹെൽത്ത് സർവീസ് ഇൻ റൂറൽ ഏരിയ. എ PHC, ബി ഫാമിലി, സി CHC, ഡി അംഗൻവാടി. ദ ആൻസർ ഈസ് പബ്ലിക് ഹെൽത്ത് സെൻറ്റർ ഓർ PHC. 10th question: backbone of public health nursing is എ ഹോം വിസിറ്റ്, ബി റെക്കോർഡ്സ്, സി ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഡി രജിസ്റ്റേഴ്സ്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗിൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഹോം വിസിറ്റാണ്. ഇന്ത്യാസ് നാഷണൽ ഹെൽത്ത് പോളിസി വാസ് അപ്രൂവ്ഡ് ഇൻ ദ പാർലമെൻറ്റ് ഇൻ. നാഷണൽ ഹെൽത്ത് പോളിസി ഏത് വർഷമായിരുന്നു എന്നുള്ളതാണ്. 1961, 1980, 1983, 1991. സോ ദ ആൻസർ ഈസ് 1983. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് ഇമ്മ്യൂണിറ്റി? ഷിക് ടെസ്റ്റ്, മാൻഡോ ടെസ്റ്റ്, VDRL ടെസ്റ്റ്, വൈഡാൽ ടെസ്റ്റ്. സോ ദ ആൻസർ ഈസ് VDRL. കർത്താർ സിംഗ് കമ്മിറ്റി ഈസ് അതർവൈസ് നോൺ ആസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു ചോദ്യത്തിൻ്റെ തിരിച്ചിട്ട ചോദ്യമാണ്. കർത്താർ സിംഗ് കമ്മിറ്റി ഈസ് ഓൾറെഡി അതർവൈസ് നോൺ ആസ് മൾട്ടിപർപ്പസ് വർക്കേഴ്സ് കമ്മിറ്റി, ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി, ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ മെഡിക്കൽ എഡ്യൂക്കേഷൻ. സോ ഇറ്റ് ഈസ് മൾട്ടിപർപ്പസ് വർക്കേഴ്സ് കമ്മിറ്റി. The causative organism of dengue fever. Causative organism of dengue fever is. Dengue fever ഉണ്ടാക്കുന്ന causative organism. Enterovirus, arbovirus, variola virus, influenza virus. Very simple question. It is arbovirus. അടുത്ത ചോദ്യം: The desired quality of free residual chlorine in drinking water. ഡ്രിങ്കിങ് വാട്ടറിലെ ഫ്രീ റെസിഡ്വൽ ക്ലോറിൻ്റെ ഡിസൈഡ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണെന്നുള്ളതാണ്. 1 milligram per liter, 0.5 milligram per liter, 2 milligram per liter, 0.25 milligram per liter. So the answer is 0.5 milligram per liter. Poliomyelitis is transmitted through. പോളിയോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഏതിലെയാണ്? വാട്ടർ, എയർ, ബ്ലഡ്, വെക്ടേഴ്സ്. സോ പോളിയോ ഈസ് എ വാട്ടർ ബോൺ അല്ലെങ്കിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ഇൻഫെക്ഷൻ. അപ്പം ഇറ്റ് ഈസ് വാട്ടർ ഈസ് ദ ആൻസർ. ദ MCH സർവീസ് ഇൻക്ലൂഡ്സ്. Maternal and child health service includes
prenatal, natal and postnatal care, under 5 care, family planning service, all the above. So the answer is all the above. Hookworm infestation produces fever, headache, anemia, dental caries. So hookworm infestation produces anemia. The prime source of water, sea, river, rain, well. വാട്ടറിൻ്റെ ഏറ്റവും പ്രൈം സോഴ്സ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ ഇറ്റ് ഈസ് ഒബ്വിയസ്, ഇറ്റ് ഈസ് റെയിൻ. അടുത്ത ചോദ്യം, ദ റെക്കമെൻഡഡ് മാക്സിമം നോയ്സ് ലെവൽ ഫോർ ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ മാക്സിമം റെക്കമെൻഡഡ് നോയ്സ് ലെവൽ എത്രയാണ്? 85 ഡെസിബൽ, 50 ഡെസിബൽ, 110 ഡെസിബൽ, 160 ഡെസിബൽ. സോ ദ ആൻസർ ഈസ് 85 ഡെസിബൽ. The best method of waste disposal in a hospital. ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന ബെസ്റ്റ് മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ ഏതാണ്? ഡംപിങ്, കൺട്രോൾ ടിപ്പിംഗ്, ഇൻസിനറേഷൻ, കമ്പോസ്റ്റിംഗ്. സോ ദ ആൻസർ ഈസ് ഇൻസിനറേഷൻ. സോ ഇൻസിനറേഷൻ ആണ് നമ്മൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ. MTP Act was passed in the year. MTP Act ഏത് വർഷമാണ് പാസ്സാക്കിയത്? 1983, 1977, 2000, 1971. So the answer is 1971. Which of the following is not an occupational disease? താഴെ കൊടുത്തിരിക്കുന്നവയിൽ occupational disease അല്ലാത്തത് ഏത്? Asbestosis, pneumoconiosis, Japanese encephalitis, silicosis. A very simple question. The answer is Japanese encephalitis. The causative organism of malaria is? മലേറിയയുടെ കോസറ്റീവ് ഓർഗാനിസം ഏതാണ്? ക്രിപ്റ്റോകോക്കസ്, ലീഷ്മാനിയ, പ്ലാസ്മോഡിയം, ക്ലബ്സിയെല്ല. സോ ദ ആൻസർ ഈസ് പ്ലാസ്മോഡിയം. അടുത്തത്, കോപ്ലിക് സ്പോട്ട് ഈസ് സീൻ ഇൻ. കോപ്ലിക് സ്പോട്ട് കാണുന്നത് ഏതിലാണ്? ചിക്കൻ ബോക്സ്, മീസിൽസ്, മംസ്, വേരിയോള. സോ ദ ആൻസർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഇറ്റ്സ് എ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ആൻസർ മീസിൽസ് ആണ്. കോപ്ലിക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കവിളിൻ്റെ ഉൾഭാഗത്തായിട്ട് മോളാസിൻ്റെ ഓപ്പോസിറ്റായി കാണുന്ന ഒരു വൈറ്റിഷ് സ്പോട്ടാണ് ഓൺ എ റെഡ് ബേസ്. അപ്പം ഗ്രേഷ് വൈറ്റ് സ്പോട്ട് ഓൺ എ റെഡ് ബേസ് ആയിട്ട് കാണുന്ന ആണ്. ഇത് മീസിൽസിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സൈനാണ്. വേൾഡ് നോ ടൊബാക്കോ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ. നോ ടൊബാക്കോ ഡേ എന്നാണ്? 5th June, 31st May, 10th August, April 7th. സോ ദ ആൻസർ ഈസ് 31st May. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് പെർട്ടൂസിസ്. പെർട്ടൂസിസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്? പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ വൂപ്പിംഗ് കഫ്. സോ വെക്ടർ ട്രാൻസ്മിഷൻ, ത്രൂ കണ്ടാമിനേറ്റഡ് വാട്ടർ, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, ഫീക്കോ ഓറൽ. So the answer is, it is droplet infection. The time required to measure the Mantoux test. Mantoux test മെഷർ ചെയ്യാൻ എത്ര സമയത്തിന് ശേഷമാണ്? നമ്മൾ പ്യൂരിഫൈഡ് പ്രോട്ടീൻ ഡെറിവേറ്റീവ് PPD ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ കൊടുത്ത ശേഷം എത്ര മണിക്കൂറിന് ശേഷമാണ് നമ്മളത് മെഷർ ചെയ്യുന്നത്? അതിൻ്റെ വീലിൻ്റെ സൈസ്. സോ ദ ടൈം ലിമിറ്റ് ഈസ് 24 to 48 hours, 48 to 72 hours, 10 to 12 hours, 2 to 4 hours. ആൻസർ എത്രയാണ്? It is 48 to 72 hours. The name of oral polio vaccine. Oral polio vaccine പേരെന്താണ്? BCG, ടാബ് വാക്സിൻ, സാൽക്ക് വാക്സിൻ, സാബിൻ വാക്സിൻ. സോ ഏതാണ് ഉത്തരം? ഇറ്റ് ഈസ് ഓറൽ പോളിയോ ഈസ് സാബിൻ. സാബിൻ വാക്സിനാണ് ഓറൽ പോളിയോ വാക്സിൻ. കോമ്പിനേഷൻ ഓഫ് ട്രിപ്പിൾ ആൻറ്റിജൻ. ട്രിപ്പിൾ പറയുന്നത് കൊടുക്കുന്ന ഏതാണ്? BCG, EEG, DPT. സോ ദ ആൻസർ ഈസ് DPT. ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്. 3 അതിലുള്ളത്.